കേരളം അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ് സമീപ ഭാവിയിൽ എപ്പോഴും ഉണ്ടായേക്കാവുന്ന ഒരു വർഗീയ കലാപം. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാലങ്ങളായി ഇത് രണ്ടിന്റെയും ഒക്കെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കൊണ്ടുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വേദികളിൽ പങ്കെടുക്കുന്നത്. പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്തരം വേദികളിൽ പോകുന്നത്? മുസ്ലിം സമുദായത്തിനോട് എന്തിനടുക്കണം? എന്തിനാണ് നബിയുടെ നന്മകൾ പറയുന്നത്? അപ്പൊ പൊതുവെ ഇതിനുള്ളൊരു മറുപടി, അല്ലെങ്കിൽ അവർ കാണുന്ന വിമർശകരുടെ മറുപടി, അല്ലെങ്കിൽ അവർ പറയുന്നത് നല്ലോണം പൈസ കിട്ടും അല്ലേ, അതുകൊണ്ടാണല്ലോ റേഷൻ വാങ്ങാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടായത്. ഹലോ ഹലോ അപ്പോ അതേപോലെ നമ്മൾ ആരെങ്കിലും ഒന്ന് ആദരിച്ചപ്പോ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പള്ളിയിലച്ഛൻ ആൻഡ്രൂസച്ചൻ വന്ന സമയത്ത് എന്നെ കണ്ടപ്പോഴും അദ്ദേഹത്തിനേക്കാളും പ്രായം കുറവാണെന്ന് തന്നെ എനിക്ക് തോന്നി. ഇപ്പൊ എന്താ അറിയില്ല, അദ്ദേഹത്തിന് താടിയും നരച്ചതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതൊക്കെ വെട്ടി നടക്കണോണ്ട് നമ്മുടെ പ്രായം പെട്ടെന്ന് ഏതായാലും കണ്ട കാഴ്ചയിൽ എനിക്ക് തോന്നി അദ്ദേഹത്തിന് എന്നെക്കാളും പ്രായം കൂടുതലാണ്. എന്നിരുന്നാലും ആ മനുഷ്യൻ ഒരു ഓർത്തഡോക്സ് പള്ളിയിലെ ഒരു പാതിരിയായിട്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ അച്ഛനായിട്ട് ഇരിക്കുന്ന അദ്ദേഹം എന്നെ കണ്ടപ്പോ കുനിഞ്ഞു കാലൊക്കെ സ്പർശിക്കാൻ ശ്രമിച്ചു. അതിൽ ഞാൻ തടഞ്ഞിട്ടു, അദ്ദേഹം കാല് സ്പർശിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന അതിപ്പോ എന്നെ കൈയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിപ്പോ അയാൾക്ക് എന്താ കിട്ടി? ഇനിയിപ്പോ ഞങ്ങൾ അത് കാണുമോ? അറിയൊന്നുമില്ല. അതേപോലെ അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, ഉസ്താദിന് ഇവിടുത്തെ അധ്യക്ഷനായിരിക്കുന്ന, ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഇമാമായിരിക്കുന്ന, പള്ളി എന്ന് പറഞ്ഞാൽ ഇടവകച്ചൻ പോലെ തന്നെയാണ് മഹല്ല് കാളി അല്ലെങ്കിൽ ഇമാം എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തെ ഒന്ന് ആദരിച്ചിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷെ ഇതിനെ പോലും ഇത്തരം സ്വാഭാവികമായി വരുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ പോലും വെല്ലുവിളിക്കുകയാണ് ഇന്ന് മറ്റു ചില ആളുകൾ. അപ്പൊ ഇതിനൊക്കെ എന്താണ് പരിഹാരം എന്നതിലേക്കാണ് ഞാൻ വരുന്നത്. എനിക്കിപ്പോ വേണമെന്നുണ്ടെങ്കിൽ എന്റെയൊക്കെ ജീവിതത്തിൽ എന്നോട് ഒരുപാട് മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് എനിക്ക് നിങ്ങളെ ത്രസിപ്പിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും. അച്ഛന്റെ കുടൽമാല കുത്തിയെടുത്ത മക്കള്, അമ്മയെ ബലാത്സംഗം ചെയ്ത മകന്, പെങ്ങളെ വല്ലവനും പിടിച്ചു കൊടുത്ത് ബലാത്സംഗം ചെയ്യിപ്പിച്ചവൻ, ചെയ്തവൻ, ഇതൊക്കെ നമുക്ക് പറയാം. ഒറ്റ വാക്കിൽ ഒതുക്കുക. നിങ്ങൾക്ക് വിചാരിക്കാവുന്ന ഏതറ്റത്തേക്കും പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു വീഡിയോ കണ്ടു. ഒരു ബംഗാളിയോ അങ്ങനെ എന്തോ ഒരാളാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ചെക്കൻ പാട്ട് പാടിക്കൊണ്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുക, എന്താ വീഡിയോ കണ്ടോണ്ടിരിക്കുക. എല്ലാവരും ഇതൊന്ന് കാണണേന്ന് പറഞ്ഞപ്പോ ഒന്ന് കണ്ടേക്കാന്ന് അങ്ങനെ പാട്ട് പാടി ഇങ്ങനെ നിൽക്കണ സമയത്ത് ഒരു ഒറ്റ വര സ്വന്തം കൈ അതിങ്ങനെ പൊളന്നിങ്ങനെ നല്ല രസത്തിലിങ്ങട്. അപ്പൊ ഏകദേശം എല്ല് വരെ കാണാം. എന്നിട്ട് പാട്ടൊന്നും നിർത്തുന്നില്ല, വളരെ സുഖമാണ്. വേണമെന്ന് ആലോചിച്ച് നോക്കാം, നമ്മളൊക്കെ കയ്യിലെങ്ങാനും ഒരു ഉള്ളി അരിയുമ്പോഴെങ്ങാനും, ഞാൻ കുക്ക് ചെയ്യുന്ന ആളാണ്. എപ്പോഴെങ്കിലും ഒരു ഉള്ളി അരിയുമ്പോഴെങ്കിലും ഒരു ചെറിയ മുറിയായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു കഷ്ടാന്ന് ആലോചിച്ചു. എനിക്കൊന്നും തീരെ സഹിക്കാൻ പറ്റും, ഒരു വേദനയാവും. ഞാൻ പല കാര്യത്തിലും സെൻസിറ്റീവാണ്. എനിക്കൊന്നും അതൊരിക്കലും അത് കണ്ടിട്ട് തന്നെ കുറെ വേദനകൾ. പിന്നെ അച്ഛനെയും അമ്മേനെ അവിടെ ഇരിക്കുന്ന കൈക്കോട്ടോ മമ്മട്ടിയൊക്കെ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെയൊക്കെ കാരണം? നമ്മൾ പറയുമ്പോ മയക്കുമരുന്ന് ഭയങ്കരമാണ്, മറിച്ചതാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഇതിന്റെയൊക്കെ രീതികൾ ഉണ്ടാവുന്നത്? ഭാരതത്തെ എന്നും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ രാജ്യത്തിലൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത ഇന്ത്യ എന്നും ഒരു അത്ഭുതത്തോടു കൂടിയിട്ടാണ് ചരിത്രാതീത കാലം മുതൽ തന്നെ ആളുകൾ കണ്ടിട്ടുള്ളതിന്റെ തെളിവാണ് നമ്മളുടെയൊക്കെ ചരിത്രം. അമേരിക്ക കണ്ടുപിടിച്ചത് പോലും ഇന്ത്യക്ക് കണ്ടുപിടിക്കാൻ വന്നവര് തെറ്റിപ്പോയി കണ്ടുപിടിച്ചു. അതിന്റെ അർത്ഥം അവിടെ ആൾക്കാരുണ്ടായിരുന്നോ എന്നുള്ളതല്ല, അവിടെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ കൊളംബസ് ആദ്യത്തെ യാത്ര നടത്തിയത് ഇന്ത്യ കണ്ടുപിടിക്കാൻ, അല്ലാതെ അമേരിക്ക കണ്ടുപിടിക്കാൻ. കാലഘട്ടത്തിന് മുമ്പും അറബികൾ ഇവിടുത്തെ കച്ചവടത്തിന് വന്നു. റോമാക്കാര്, ഇറ്റലിക്കാര് എന്ന് വേണ്ടില്ല, പൗരാണിക നാഗരികത മുഴുവൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാനൊരു വിവരം, ഇൻഫർമേഷൻ. ഹിന്ദു എന്ന വാക്ക് നമുക്ക് എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ എവിടെയാണ് ഉള്ളത്? ഒരു മതഗ്രന്ഥത്തിൽ അതെവിടെയാ? ബൈബിളിലെ പഴയ നിയമം, അതായത് യഹൂദൻ കൊണ്ട് നടക്കുന്ന പഴയ നിയമം, യഹൂദന്റേതാണ് പഴയ നിയമം. അതിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ അച്ഛനുണ്ടായിരുന്ന നമുക്കത് രസമായി അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ പുറത്ത് ചാടിക്കാൻ പറ്റും. അപ്പൊ എന്താണ്? ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല.
പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും കൊണ്ട് നോക്കി. ക്രതവോ എന്ന് വിശ്വതഃ എന്നതിൽ വിശ്വസിച്ച ആളുകൾ. അതിന്റെ അർത്ഥം ലെറ്റ് നോബിൾ തോട്ട്സ് ഫ്ലോ ഫ്രം ഓൾ ഡയറക്ഷൻ. എല്ലാ ഭാഗത്തു നിന്നും, വിശ്വത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നല്ല തോട്ട്സ്, നോബിൾ തോട്ട്സ്, ശ്രേഷ്ഠമായ. മദീന എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സിറ്റി ഓഫ് നോബിൾസ് അല്ലെ, നോബിളുടെ, ശ്രേഷ്ഠന്മാരുടെ, അങ്ങനെയല്ലേ മദീനത്തുൽ കിറാം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോ ശ്രേഷ്ഠത എല്ലായിടത്തു നിന്നും ഒഴുകി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിന് ഉൾക്കൊള്ളാൻ, ഒഴുകി വന്നാൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നാണല്ലോ അർത്ഥം. അത് ഒഴുകിയിട്ട് ഇതിലെക്കൂടെങ്കിലും പോട്ടെ എന്നല്ലല്ലോ അർത്ഥം. ഞങ്ങൾ തയ്യാറാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നന്മകൾ ഞങ്ങളിലേക്ക് ഓടി വരാൻ, ഞങ്ങളിലേക്ക് എത്താൻ. നിരോധിക്കാനും അല്ലെങ്കിൽ ഒക്കത്തിനൊക്കെ അവർക്കൊക്കെ പരിധിയുണ്ട്. കാരണം ടാക്സിന്റെ കാര്യങ്ങൾ, ബീവറേജ് പൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡില് പള്ളി പൂട്ടി. പക്ഷേ പള്ളി തുറക്കുന്നതിനേക്കാളും മുമ്പ് തുറന്നത് നമ്മുടെ സാറിന്റെ ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ്. സാറിന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് വേറെ അർത്ഥത്തിൽ വിചാരിക്കുന്ന നല്ല ചട്ടണി. എന്നാ പിന്നെ ഒന്ന് പോരട്ടെ എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ രണ്ടാമത് ഇങ്ങനെ ഓർഡർ ചെയ്തപ്പോ ഞാൻ ഇവിടെ വെച്ച് വൈകുന്നേരത്തെ ഡിന്നറിന്റെ നമ്മുടെ ട്രെയിനിൽ കിട്ടിയ 2 വടകളായിരുന്നു. അതിന്റെ അർത്ഥം വേറെ വാങ്ങി തിന്നാൻ പൈസ ഇല്ലാഞ്ഞിട്ടോ അതൊന്നുമല്ല. ചിലത് നമ്മൾ വേണ്ട എന്ന് വെക്കുന്നത് അത് നമുക്ക് കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആരും നിർബന്ധിക്കൂല ട്രെയിനിൽ തിന്നേ പറ്റൂ, നിങ്ങൾ ബിരിയാണി തിന്നിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് നിങ്ങൾ പറയില്ല. അതുകൊണ്ട് ബീവറേജ് തുടങ്ങി, കള്ള് ഷാപ്പ് അടുത്തുണ്ട് എന്നുള്ളതുകൊണ്ടൊന്നും നിർബന്ധമൊന്നുമില്ല അവിടെ പോയി നമ്മളൊക്കെ കുടിച്ചോളണം എന്നുള്ളത്. പക്ഷേ ചില സമയത്ത് കൂട്ടുകെട്ടുകളും സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടേക്കൊക്കെ നയിക്കുമെന്നുള്ളതും നമ്മുടെയൊക്കെ മനസ്സിന്റെ സൈക്കോളജിയാണ്. അപ്പൊ അതിനാണ് ഇതിലേക്കൊക്കെ മൊബൈലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ മൊബൈൽ അവർക്കാണ് അറിയാം. 1 വയസ്സുള്ള കുട്ടിക്ക് യൂട്യൂബ് എന്ന് പറയാൻ പോലും അറിയാം. യൂട്യൂബ് എന്ന് പറയുന്ന കുട്ടികൾ വരെ യൂട്യൂബിൽ കളിക്കുന്നവരാണ്. ഇപ്പൊ എന്റെ കനിയന്റെ മക്കളെയൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെ നോക്കിയാൽ അവർ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇതെങ്ങനെയാ ഇതിന്റെ ലോക്ക് തുറക്കണേന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെ നോക്കണം. അത് നമ്മളെ പാട് നോക്കിയിട്ടാണ്. അപ്പൊ ആരാണ് ഇവർക്ക് ഇത് പറഞ്ഞു കൊടുത്തത്? അവരാരും സ്കൂളിലും കോളേജിലും ഒന്നും വിട്ടിട്ടില്ല. അപ്പൊ അവരുടെ ഉള്ളിൽ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് ജനിച്ചു കയറി വരുന്നത്. അപ്പൊ ഒരു 45-50 വയസ്സിന് താഴെയുള്ളവരുടെ മക്കളാണ്. അതിൽ തന്നെ ഞങ്ങളുടെ തലമുറയിൽ കുറെയൊക്കെ അതവുകൾ ഉണ്ടായിരുന്നു, കുറെയൊക്കെ ബഹുമാനങ്ങൾ മറ്റുള്ളവരോട്, നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട്, നമ്മുടെ അച്ഛനമ്മമാരോട് ചില കാര്യങ്ങൾ പറയരുത്, അത് എതിർക്കരുത്. മത നേതൃത്വത്തെ കാണുമ്പോ ഇപ്പോഴും ഞങ്ങളൊക്കെ എന്താ പറയാ, മത നേതൃത്വത്തിലുള്ളവരെ കാണുമ്പോൾ അത് ഏത് മത നേതൃത്വത്തിൽപ്പെട്ടവരാണെങ്കിലും ഞങ്ങളൊന്ന് ചിരിക്കാൻ ശ്രമിക്കും. കഴിയുമെങ്കിൽ പ്രായം കൂടിയ ആളാണെങ്കിൽ അയാൾക്ക് നമ്മുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും. ഞങ്ങളൊക്കെ സ്കൂളിൽ പോയത് പിന്നെ ബസ്സിലാണ്. അന്ന് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ഇരിക്കാനൊന്നും വലിയ അനുവാദമില്ല. അഥവാ ഇരുന്നാൽ തന്നെ മൂത്തോര് വന്ന് എഴുന്നേറ്റ് കൊടുക്കുക. അതുകൊണ്ട് മതത്തിന് ഒരുപാട് സ്വാധീനമുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ. എന്നാൽ മോസ്റ്റ് മോഡേൺ ലിബറലിസത്തിന്റെയും ഒക്കെ ഭാഗമായി ഒരുപാട് നമ്മൾ അവകാശങ്ങൾ പറഞ്ഞു തുടങ്ങി. ഈ അവകാശങ്ങൾ വ്യക്തി അവകാശത്തെ മാത്രം, വ്യക്തി സ്വാതന്ത്ര്യത്തിന് മാത്രം ഒരുപാട് പ്രാധാന്യം കൊടുത്തപ്പോൾ നമ്മുടെയൊക്കെ ഫ്രീഡം ഒരു പക്ഷെ കൂടി. പക്ഷെ അതോടൊപ്പമുള്ള ഫ്രീഡത്തോടൊപ്പം വരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ സത്യം? എല്ലാവർക്കും ഫ്രീഡം വേണം. പക്ഷെ എന്റെ കാലഘട്ടത്തിലൊക്കെ ഞാൻ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ്. ഞങ്ങളെ കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ഫ്രീഡം, എന്താ ഫ്രീഡം എന്നുള്ളതിന്. എന്താ ഈ ഫ്രീഡം എന്ന് എല്ലാവരും പറയും. നമ്മൾ ഇന്ത്യ സ്വതന്ത്രരായി, അതായി, നമുക്ക് സ്വാതന്ത്ര്യം വേണം, പെണ്ണിന് സ്വാതന്ത്ര്യമല്ല, ആണിന് സ്വാതന്ത്ര്യമല്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല. ഈ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇഷ്ടം. ഇപ്പൊ സാറിന് തന്നെ പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. എല്ലാവരും ഇങ്ങനെ എല്ലാ ദിവസവും അദ്ദേഹത്തിനെ കൈകാലിട്ട് പിടിച്ച് അത് ചെയ്യരുത് എന്ന സ്വാതന്ത്ര്യമില്ല. ആ പോസ്റ്റിൽ ഇരിക്കാൻ കഴിയും. ഉസ്താദിന് ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ അത്യാവശ്യം അദ്ദേഹത്തിന് ഒരു സ്വാതന്ത്ര്യം വേണം. അല്ലാതെ എപ്പോഴും കമ്മിറ്റിക്കാര് പിന്നാലെ കൂടി അത് ചെയ്യരുത് ഉസ്താദെ, അങ്ങോട്ട് നോക്കരുത് ഉസ്താദെ, എങ്ങോട്ട് നോക്കരുത് ഉസ്താദെ, അവിടെ തുപ്പരുത് ഉസ്താദെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവുകയാണ്. എല്ലാവരും ഇങ്ങനെയാണ്. എല്ലാവർക്കും വേണം ഫ്രീഡം. ആർക്കാ ഫ്രീഡം വേണ്ടാത്ത? പക്ഷെ എല്ലാവരും അറിയുന്നില്ല ഫ്രീഡം എന്താണ്. ഈ ഒരു ക്ലാസ് ചെറുപ്പത്തിലേ കേട്ടത് കൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ പഠിപ്പിച്ച ഒരു കന്യാസ്ത്രീ അമ്മ, ഞാൻ പഠിച്ച ചെറിയ സ്കൂളിൽ പഠിച്ചത് ഫാത്തിമഗിരി സ്കൂളിലാണ്. അപ്പൊ അവിടുന്ന് ഏതോ ഒരു ക്ലാസിന്റെ ഭാഗമായി പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. മക്കളെ, ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ അതിനൊരു മറ്റൊരു ക്വാളിറ്റിയായി മാറ്റിക്കഴിഞ്ഞാൽ അത് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അത് അങ്ങോട്ട് എത്തിച്ചതൊക്കെ ഒരുപാട് 1 മണിക്കൂർ നേരം പലതും പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിച്ചത്.
റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്തരവാദിത്തമുള്ളവനെ ഫ്രീഡം കൊടുക്കപ്പെടും. ഇപ്പൊ നമ്മൾ എന്താ ഉസ്താദിനെ അത് ഏൽപ്പിച്ചിരിക്കുന്ന, ഉസ്താദിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള കഴിവുണ്ട് എന്ന് തോന്നിയതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് അത് ഏൽപ്പിക്കപ്പെട്ടു, അദ്ദേഹം അത് ചെയ്യുമെന്നുള്ള ഉത്തരവാദിത്ത ബോധം അദ്ദേഹത്തിന് ഉണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യുമെന്നുള്ളൊരു ബോധത്തിൽ. ഇപ്പൊ 5 വയസ്സുള്ളൊരു കുട്ടി എന്റെ അച്ഛൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് കയറ്റി വിട്ടിട്ടുണ്ട് ഒരു പ്രോഗ്രാം. പക്ഷെ എന്റെ അനിയന്മാരെ ഡിഗ്രി ലെവലെത്തിയിട്ടോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ലെവലെത്തിയിട്ടോ അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അപ്പൊ കമ്പയർ ചെയ്ത് പറയും അവന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്, അവൻ എവിടെയും പോയി പെടൂല, അല്ലെങ്കിൽ പോയാൽ നേരെ അവിടെ പോകും, ആ പറഞ്ഞത് പറഞ്ഞിങ്ങോട്ട് തിരിച്ചു വരും, ആ ഒരു ഉത്തരവാദിത്തം അവന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഉത്തരവാദിത്തം കാണിക്കുന്നവനാണ് എന്ത് കൊടുക്കപ്പെടുക? സ്വാതന്ത്ര്യം കൊടുക്കപ്പെടുക. ഇത് തന്നെയാണ് ഡ്യൂട്ടീസ് എന്നത്. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ പറയുകയാണെങ്കിൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഒന്നിച്ചു പോകുന്ന, നമുക്ക് അവകാശങ്ങൾ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഡ്യൂട്ടിയും ഉണ്ട്. ഈ ഭരണഘടന നമുക്ക് നൽകുന്ന വെറും അവകാശം ആർട്ടിക്കിൾ, മറ്റേന്റെ അവകാശം ആർട്ടിക്കിൾ, മറ്റേ അവകാശം മറിച്ച അവകാശം ഇത് അവകാശം മാത്രമേ. നമുക്ക് ഡ്യൂട്ടീസും ഉണ്ട്. ഈ രാജ്യത്തിനോട്, ഈ സമൂഹത്തിനോട്, സ്വന്തം കുടുംബത്തിനോട്, സ്വന്തം നാടിനോടൊക്കെ നമുക്ക് കുറെ അവകാശങ്ങളോടൊപ്പം തന്നെ നമുക്ക് ഡ്യൂട്ടിയും ഒപ്പത്തിനൊപ്പം പോകണം. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നാണ് ഒന്നിച്ചാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ നടത്തി മാറ്റുന്നത് നമുക്കിഷ്ടമുള്ള സ്വാതന്ത്ര്യം എന്ന പേരിൽ തോന്നിവാസം എന്നതാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇഫ് ഐ ഹാവ് റൈറ്റ്സ്, ഐ ഹാവ് ദ ഒബ്ലിഗേഷൻ ഫോർ മൈ ഡ്യൂട്ടീസ്. എന്റെ ഡ്യൂട്ടി ചെയ്യാനുള്ള ഒബ്ലിഗേഷനും എനിക്കുണ്ട്. അത് ചെയ്യരുത് എന്ന് പറയുന്നതാണ്, അത് ചെയ്യില്ല എന്ന് സ്വയം തീരുമാനിക്കുന്നിടത്താണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അല്ലാണ്ട് രാവിലെ എണീച്ച് ആരും നമ്മളെ യൂണിഫോം ഇടിച്ച്, നമ്മളാണ് രാവിലെ യൂണിഫോം ഇട്ട് തയ്യാറായി ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ സ്വാമിയോ അല്ലെങ്കിൽ ഉസ്താദൊക്കെ, ഉസ്താദ് നാളെ ഇങ്ങനെ എന്താ പറയാ രാവിലെ അങ്ങനെ നീച്ച് തോന്നിയെടുത്ത് കൂടെ ഇവിടെ പോയി സുബഹി പിന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മൂപ്പരോടെ ചായക്കടയിൽ പിന്നെ വർത്താനം പറഞ്ഞു നിൽക്കുക, അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞാൽ ഇതിന് റെഡിയായി വരണം. ഈ റെഡിയായി വരലത് എന്റെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. ഇത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഉത്തരവാദിത്തം ഉണ്ടാകണം. ഈ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ആണെന്ന് നിങ്ങളെ മക്കളെ വീണ്ടും 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 ഓർമ്മിപ്പിക്കണം. നിനക്ക് സ്വാതന്ത്ര്യം തരാം, നിനക്ക് മൊബൈൽ ഫോൺ തരാം, പക്ഷെ ആ മൊബൈൽ ഫോൺ തെറ്റായി ഉപയോഗിക്കില്ല എന്നുള്ള ഡ്യൂട്ടി ബോധമുള്ളവന് കൊടുത്താൽ എന്താ? എന്റെ കയ്യിൽ മൊബൈൽ ഞാൻ തെറ്റായി ഉപയോഗിക്കുന്നില്ല, ഉസ്താദിന്റെ കയ്യിൽ മൊബൈൽ, ഞങ്ങളുടെ കയ്യിലൊക്കെ നല്ല മൊബൈലുകൾ ഉണ്ടാവും. പക്ഷെ ആ മൊബൈൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കപ്പെടേണ്ടത് എന്നതിലപ്പുറത്തേക്ക് അതിന്റെ ദുരുപയോഗ സൈഡിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഈ ലഹരി പോലെ തന്നെ മറ്റൊരു ലഹരി തന്നെയാണ് ഈ മൊബൈലും, ഈ ആധുനിക ഗാഡ്ജറ്റ്സിനോടുമുള്ള ഒരു മൊബൈൽ പോലുള്ള സംവിധാനങ്ങളോടുള്ള ലഹരി. അതും ഇതിലൂടെ പറയണം. നമ്മൾ വെറും കെമിക്കൽ പിന്നെന്താ പറയാ ലഹരി മാത്രമല്ല ലഹരി. അപ്പൊ എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം? എന്താണ് നമ്മളൊക്കെ മുന്നോട്ട് വെക്കാനുള്ളത്? അതായിരിക്കട്ടെ നമ്മുടെ ചർച്ചകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്നത് ഇന്ത്യ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഈ പരം വൈഭവം ഇല്ലാതെയാക്കാൻ വേണ്ടി പല വലിയേട്ടന്മാരെ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ ഒരു കലാപഭൂമിയാണെന്നും, അതായത് ഒന്നില്ലെങ്കിൽ എല്ലാവരും ഡ്രഗ് അടിച്ച് എവിടെയെങ്കിലും ഒരു വഴിക്ക് കിടക്കുക, പിന്നെ ഓനെ കൊണ്ട് ശല്യമല്ല, പിന്നെന്താ? കാരണം ഓന് കയറി വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കൊല്ലും, ഓനെ പിടിച്ച് അകത്ത് വിടും. പിന്നെ ചെറുപ്പക്കാരിങ്ങനെ പ്രാഞ്ചി കിറിഞ്ഞൊക്കെ നടന്ന് ഓനെങ്ങനെ അതൊരു ഭാഗത്തേക്ക് ഇങ്ങനെ അത്തരം ആളുകളുടെ എണ്ണം കൂട്ടുക. പിന്നെയോ കുറച്ച് ബുദ്ധിയും വിവരമുള്ളവരെ നല്ലോണം മറ്റേ മതം ഒരു ലഹരിയാണെന്ന് പറയാം. ആ ലഹരിയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് കൊണ്ടുപോകാൻ തമ്മിൽ എന്ത് ചെയ്യുക? തമ്മിൽ അതിനെ സജ്ജമാക്കുക. ഇത് ഏറ്റവും വലിയ, എനിക്ക് അറിഞ്ഞുകൂടെ എത്ര ആൾക്കാർ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ പരമത നിന്ദ എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. നമ്മളെ സുഖ. എനിക്ക് ഒരു ഹിന്ദു ആചാര്യനായി നിന്നുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത അപ്പുറത്തെ മതത്തിനെ ആവോളം ഭത്സിച്ചാൽ, അതിന് ആവോളം പരമത നിന്ദ ചെയ്താൽ എനിക്ക് കിട്ടുന്ന വേദികൾ ഇതൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഭയങ്കര വേദി കിട്ടണം. എനിക്ക് കഴിവുണ്ട്, ഈ പറയണ തിരിച്ചും വന്നാൽ അതിന് വേറെ പഠിക്കൊന്നും വേണ്ട. ഈ പറയണ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നിപ്പോ നമ്മൾ അവരുടെയൊക്കെ ഔദ്യോഗിക വാഹനത്തിലും അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ ആളായിട്ടൊക്കെ മാറിയിട്ടുണ്ടോ? ഇതെല്ലാവർക്കും ഉള്ളിൽ ശരിയാ. കാരണം ഞാനാണ് ശരി എന്ന് പറയുന്ന ഒരു സൈക്കോളജി.
ഞാൻ ഏറ്റെടുത്ത തിയറി ശരിയാണ്, അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഒന്ന് വേണമെങ്കിൽ മോശമാക്കാം. ഇതിന്ന് തുടങ്ങുന്നു ഈ മാത്സര്യ ബുദ്ധിയാണ് നമ്മളെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ചതിക്കുഴിയിലേക്ക്, മത നേതൃത്വത്തിന് പോലും ഒന്നും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ എന്താ പറയാ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗീയത കഴിഞ്ഞു. ഒരേ പള്ളിയിൽ തന്നെ ആ വിഭാഗം ഈ വിഭാഗത്തിന് സുജൂദ് ചെയ്തുകൊണ്ടിരുന്നപ്പോ തല്ലി, ഈ വിഭാഗം തിരിച്ച് അവര് പിന്നെ എന്താ പറയാ സുബൈ നിസ്കരിക്കുമ്പോ അവിടെ കയറി തല്ലി. ഇതല്ലേ മതം എന്നാണ് അവര് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ വയ്യ. ഇനി ക്രിസ്ത്യാനിയോട് ചോദിച്ചാലോ, നിങ്ങൾ ആദ്യം നിങ്ങളെ ഓർത്തഡോക്സ് യോക്കാപ്പോ പ്രശ്നം തീർന്നു, എന്നിട്ട് ഞങ്ങൾ നന്നാക്കാൻ കഴിയുന്ന. ഇനിയിപ്പോ ഹിന്ദുക്കൾ വല്ലതും ഉണ്ടോ? അതിപ്പോ നിങ്ങള് കുറെ കാലമായി സവർണ അവർണ, വർണ്ണല്ലാത്തവൻ വർണ്ണ ഉള്ളവൻ, ജാതി മതം വ്യത്യാസം നൂറ്റാണ്ടുകൾ മുമ്പ് നടന്നു നോക്കി അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട്. അതായത് എങ്ങനെ നോക്കിയാലും നമ്മൾ നന്നാൻ സമ്മതിക്കൂല. ഇപ്പൊ കഴിഞ്ഞ ദിവസം സമസ്തയിൽ എന്തോ സ്ത്രീകൾക്ക് ഒരു അവസരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരു എന്ത് ആർക്കത് ആണെങ്കിൽ ആണ്, നല്ലതല്ലേ. അപ്പൊ പറഞ്ഞു നിങ്ങൾ നന്നാകണ്ടെന്ന് വിമർശകരുടെ ഒരു തീരുമാനം. നിങ്ങൾ ഇത്രയും കാലം എവിടെയും, അപ്പൊ നിങ്ങൾ ചെയ്തൊക്കെ തെറ്റാണെന്ന് അംഗീകരിക്കുകയല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ അവിടെ എന്തെങ്കിലും പോസിറ്റീവ് സാധനങ്ങൾ നടക്കും. അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ സ്വാഗതാർഹം, മുന്നോട്ട് പോകട്ടെ. കാലഘട്ടത്തിനനുസരിച്ച് ചില തീരുമാനങ്ങൾ മുഷാവറയിൽ എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ നടപ്പാക്കിയിരിക്കുന്നു. അപ്പൊ ഇത്രയും കാലങ്ങൾ ചെയ്ത തെറ്റല്ലേ ചർച്ച അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ നന്നാണ്ട. ഇതാണ് ഇനി നമ്മളൊക്കെ എവിടുന്നാണ് പരമതത്തെ പഠിച്ചത്, അന്യമതത്തെ പഠിച്ചത് എവിടുന്ന്? അത് വളരെ ഇമ്പോർട്ടന്റ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മതത്തെ പഠിച്ചതും ഇസ്ലാം മതത്തെ പഠിച്ചതും അവൻ യുക്തിവാദികളായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ വിമർശന രൂപേണ എഴുതി വെച്ച അല്ലെങ്കിൽ അവതരിപ്പിച്ചതിൽ നിന്നാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയെ ഒരാൾ ഇസ്ലാമിനെ പഠിച്ചത് ഇസ്ലാമിനെ ഏറ്റവും നിന്ദ്യവും നികൃഷ്ടവുമായ രീതിയിൽ വിമർശിച്ച യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും പുസ്തകങ്ങളിൽ നിന്നാണ്. അതേപോലെ തന്നെ തിരിച്ചും ഇസ്ലാം മറ്റു മതങ്ങളെ സമീപിച്ചത് അല്ലെങ്കിൽ മറ്റു മതങ്ങളെ ഡൈനാമിസത്തെ പഠിച്ചത് വിമർശകരുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഇവിടെയാണ് നമ്മളൊക്കെ പെട്ടുപോയിരിക്കുന്നത്. നമുക്ക് മതങ്ങളുടെ ഭാഗത്ത് നിന്ന് പഠിച്ചാൽ മതി. അതാണ് എന്നിലുള്ള വ്യത്യാസം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇസ്ലാമിനെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിറ്റിയെ സമീപിക്കുന്നത്, ഹിന്ദു മതത്തെ സമീപിക്കുന്നത് വിമർശകരുടെ വാക്കുകളിലൂടെ അല്ല. അതിൻ്റെതായ അർത്ഥത്തിൽ നന്മ പുലർത്തിയ ആ നന്മ ജീവിതത്തിൽ കൊണ്ടു നടന്നവരെ കണ്ടും കേട്ടും അനുഭവിച്ചിട്ടുമാണ്. അപ്പോഴേ അത് സമൂഹത്തിന് നാളെ കൊടുക്കാനുള്ളതായിട്ട് മാറും. ഇത് ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനെ വിമർശിക്കണം, ഉടനെ എടുത്ത് നോക്കുന്നത് ആരെ? അദ്ദേഹം ഈ ഇസ്ലാമിനെ ഏറ്റവും നികൃഷ്ടമായി അല്ലെങ്കിൽ മതങ്ങൾ ഇല്ലാതെയാക്കണം എന്ന അജണ്ടയിൽ പ്രവർത്തിക്കുന്ന യുക്തിവാദിയുടെ നിരീശ്വരവാദിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് വേണ്ടത് എടുക്കുക. പക്ഷെ അതിൽ നമ്മൾ പെടുന്നത് നമ്മൾ മനസ്സിലാകുന്നില്ല. ഈ ഒരു തിരിച്ചറിവ് ഇവിടുത്തെ പണ്ഡിത സമൂഹത്തിന് ഉണ്ടാവണം. അതിനാണ് ഞാൻ എൻ്റെ എല്ലാ പ്രസംഗങ്ങളുടെ ഇടയിൽ ഒരു പ്രാവശ്യമെങ്കിലും പറയാറുണ്ട്, നമ്മൾ ഒന്നിച്ചിരിക്കേണ്ടുന്ന വേദികൾ കൂടണം. അതിപ്പോ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം പോരാ. നേരെ മറിച്ച് ഇന്ന് രാവിലെ ഇതേപോലെ 6 മണിക്ക് വന്ന് ഏതെങ്കിലും വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂട്ടത്തിലും കുളിക്കുന്നതിന്റെ കൂട്ടത്തിലും ഒക്കെ കുറെ ചർച്ചകൾ നടന്നിരുന്നെങ്കിലും ഞാൻ വൈകുന്നേരം പോയാൽ മതി. അതിനൊന്നും ഇവിടെ വേദികളില്ല. അങ്ങനത്തെ വേദികൾക്ക് പ്രസക്തിയില്ല. അങ്ങനെ വേദികൾ ഉണ്ടാവരുത്. അച്ഛൻ വന്നു, ആശംസ അർച്ചു പോയി. ഇനി ഇവിടെ ബാക്കി എന്ത് പറഞ്ഞു എന്ന് അദ്ദേഹത്തിനും അറിയില്ല, അദ്ദേഹം ഞാൻ എവിടെ പോയി എന്ന് പറയുന്നു അതും നമുക്കറിയില്ല. അപ്പൊ ഇതൊന്നും എഫക്റ്റീവ് അല്ല ഒരർത്ഥത്തിൽ. പക്ഷെ തമ്മിൽ ഭേദം തമ്മിൽ എന്തെങ്കിലും സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഇങ്ങനെയെങ്കിലും സാമജിന്റെ മുമ്പിലൊന്നും ഇരിക്കാനും, ഇങ്ങനെയെങ്കിലും മറ്റു മതത്തിലെ ഒരു നേതാവിനെ ശ്രവിക്കാനും, മറ്റു ഡൈനാമിസത്തിലൂടെയും മറ്റു ഡയമെൻഷനിലൂടെയും ഇതിനൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെയല്ല, നമ്മൾ ഒന്നിച്ചിരിക്കണം. ഈ അടുത്ത
ഈ ഏരിയയിൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ നടത്താൻ പറ്റുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അടുത്ത് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു പരിധി ഉണ്ടാവും. നിങ്ങളുടെ കുടുംബങ്ങൾ താമസിക്കുന്ന, നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവരുമായി അവരെന്നും കാണുന്ന പള്ളി, മറ്റു ക്രിസ്ത്യൻ പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽപ്പെട്ട കമ്മിറ്റികളെയൊക്കെ ഒരു കൂട്ടായ്മ വിളിക്കാം. ഇന്ന് വരെ ഒരു പള്ളി കമ്മിറ്റിയും ചെയ്തിട്ടില്ല, ഒരു അമ്പല കമ്മിറ്റിയും ചെയ്തിട്ടില്ല, ഒരു ചർച്ച് കമ്മിറ്റിയും ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മളാണ് ഇരുന്ന്, നിങ്ങളല്ല ഇതിന്റെ പ്രസിഡന്റ്, ഇവിടെ സെക്രട്ടറി പറഞ്ഞു, ട്രഷറർ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ തമ്മിൽ നാളെ എന്തെങ്കിലും ഒരു തീപ്പൊരി ഇവിടെ ഉണ്ടെങ്കിൽ വളരെ ഉണങ്ങിക്കിടക്കുകയാണ് കേരളം. വൈക്കോൽ കൂന പോലെ ആയിരിക്കുന്നു കേരളം. നമുക്കൊക്കെ അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയല്ല. ആരെങ്കിലും ഒരു നുണ പറഞ്ഞാൽ പോലും ശരിയാണെന്ന് വിശ്വസിക്കുന്ന രീതിയിലേക്ക് നമ്മളൊക്കെ വിചാരിക്കുക ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമുക്കിന്ന് പേടിയാ. ഈ രീതിയിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ എന്താ പറയാ, ഒരു വർഗീയ കലാപം ഉണ്ടായി. എത്ര ഫോഴ്സ് ഉണ്ട് ഇവിടെ? 40,000-45,000 പോട്ടെ, 50,000 പോലീസുകാരുണ്ട്. എല്ലാരും കൂടി ഒന്നിച്ച് വിന്യസിക്കാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. ഒന്നില്ലെങ്കിൽ ഡാം പൊട്ടിക്കോ, അല്ലെങ്കിൽ നമ്മളെ വർഗീയ ഏതെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടായി കേരളത്തിനൊക്കെ ഒന്ന് കുട്ടിച്ചോറാക്കണം. കാരണം കേരളം ഒരു തീറാമുട്ടിയാണ്. കേരളത്തിലുള്ളവരുടെ വാക്ക്, ഉച്ചാരണം, ശുദ്ധി, ഭാഷ, ഇതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവർക്ക് ബുദ്ധിപരമായി ഐക്യു കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ നല്ല ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഇന്ത്യക്കാരൻ കാണാം. ചന്ദ്രനിൽ ചെന്ന് നീലാംസ്ട്രോങ്ങും മറ്റവരും കൂടി തല്ലുകൂടിയെന്നാണ്. ഞാനാണ് ആദ്യം കാലെത്തിയത്, മറ്റേതാണ് കാല്. ഇങ്ങനെ കുറെ നേരം കാലെത്തിയപ്പോ പിന്നെ ഒരു മലപ്പുറം കാക്ക പറഞ്ഞു, നിങ്ങൾ കുറെ നേരമായാലും വർത്താനം പറഞ്ഞു, നിങ്ങളൊരു ചായ കുടിച്ച് പൊയ്ക്കൊള്ളിയാണ്. അപ്പൊ ഓൾറെഡി അവിടെ ഒരു ചായക്കാരൻ, ഒരു മലപ്പുറംകാരൻ കാക്ക ഇട്ടു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് തമാശയാണെങ്കിലും ഇതിലൊരു കാര്യമുണ്ട്. ഇതിന് ഭാഷാപരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു. കാരണം ഇന്ത്യൻ ലാംഗ്വേജിൽ ഏറ്റവും കൂടുതൽ അക്ഷരമാലുള്ളത് ഏത് ഭാഷയ്ക്ക്? സംസ്കൃതത്തെക്കാൾ കൂടുതൽ, തമിഴിനേക്കാൾ കൂടുതൽ, ഏത് ഭാഷയേക്കാൾ കൂടുതലും അക്ഷരങ്ങൾ നമുക്കാണ് കൂടുതൽ. ല എന്ന അക്ഷരം നമുക്ക് മാത്രമേ ഉള്ളൂ. മറ്റിടത്തൊക്കെ ലായ, കാലിയും കാളിയും ഒക്കെ അവിടെ ലാ വെച്ചിട്ട് ല എന്ന ഭാഷ. രായും റായും തമ്മിൽ വ്യത്യാസം. നമുക്ക് റഹീം എന്ന് എഴുതണമെങ്കിലും മറ്റിടത്തൊക്കെ റഹീം എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹ് എന്ന് ഉച്ചരിക്കുന്ന പോലെ നോർത്ത് ഇന്ത്യക്കാർക്കായുള്ള പല ആളുകൾക്കും അള്ളാഹ് എന്ന് മുസ്ലിങ്ങൾക്ക് പോലും ഉച്ചരിക്കാൻ കഴിയില്ല. അല്ല എന്ന് തന്നെ അവിടെ പറയാൻ പറ്റും. കാരണം അള്ളാഹ് എന്ന് നമ്മുടെ ആ ലകാരത്തിൽ നിൽക്കുന്ന ആ ഒരു ശബ്ദം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ അള്ളാഹ് എന്ന് പറയും. പക്ഷേ അതിനോട് ഉച്ചരിക്കാൻ കഴിയാത്ത ഒരു അള്ളാന്നെങ്കിലും പറയും. പക്ഷെ അതിലും മോശമായിട്ടാണ് അല്ല എന്ന് പറയുമ്പോ നോർത്ത് ഇന്ത്യയിൽ സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ അങ്ങനെയാണല്ലോ പാട്ട്. ഒരു ഹിന്ദി ഫേമസ് ഹിന്ദി പാട്ട് അല്ലേ? ആ സുബ്ഹാനല്ലാ എന്ന് പറയാൻ കിട്ടൂല, സുബ്ഹാനല്ലാ എന്നേ പറയൂ. അതുകൊണ്ട് വാക്ക് പറയുന്നവന്റെ വാക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് റകാരം ഉപയോഗിച്ച ഈ റാ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ ഇലുമില്, ഞങ്ങളുടെയൊക്കെ തന്ത്രശാസ്ത്രത്തിലും മന്ത്രശാസ്ത്രത്തിലൊക്കെ റാ എന്ന് പറഞ്ഞ അഗ്നി ബീജമാണെന്ന് പറയാം. ഉള്ളിലൊരു അഗ്നി ഉണ്ടാക്കാൻ കഴിയുന്നതാണ് റാ. അതുകൊണ്ട് ഹ്രീം ക്രീം ക്ലീം എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങൾ ഓം ഹ്രീം എന്നൊക്കെ ഹ്രീം ക്ലീം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നോർത്ത് ഇന്ത്യക്കാരൻ കിരീന്നേ പറയുള്ളൂ. അതുകൊണ്ട് ഓനക്കാളും കുറച്ച് കൂടുതൽ ഇവിടെയാണ്. അതിവിടെ റാ പറയുന്നുണ്ട്. നമുക്കൊക്കെ ഒരു ദിവസം എത്ര റകാരം നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അത്ര ഒരു തിയറി കേട്ടോ. മുഴുവനായിട്ടും എല്ലാവരും വിശ്വസിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിലൊരു സാധ്യതയുണ്ട്. മലയാളി ഏത് തരം മുസ്ലിമാണ്, ഏത് തരം മതക്കാരനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഷയ്ക്ക്, മലയാളം നമ്മുടെ മാതൃഭാഷയാകുമ്പോൾ അവിടെ മാതൃ എന്നാണ് പറയുന്നത്, മാതിരി എന്നല്ല, ഇരികാരല്ല അവിടെ മാതൃ. ആ ഒരു കട്ടിച്ച് പറയാനുള്ള ആ കട്ടിയിൽ നിന്ന് നമ്മുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞ NLP എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാൻ, നെർവും ലിംഗവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, വാക്ക് ഉച്ചരിക്കലുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാലോ വാക്കിൽ നിന്നാണ് ലോകം ഉണ്ടായത്. കുൻ എന്ന വാക്കിൽ നിന്നല്ലേ ദൈവം സൃഷ്ടിച്ചു പറഞ്ഞു. അല്ലാതെ മൂപ്പര് അങ്ങോട്ട് ഉണ്ടാക്കി എന്നല്ലല്ലോ പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാക്കി, ഉണ്ടാകട്ടെ എന്ന വാക്കിലൂടെ.
അപ്പൊ ഈ വാക്കിന് വളരെ പ്രാധാന്യം, അതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ ഇതൊക്കെ അങ്ങനെ നിർത്തണം. ഇവിടുത്തെ കുട്ടികൾ ഒന്നില്ലെങ്കിൽ വെള്ളമടിച്ച് കള്ളുടിച്ച് MDM എന്തപ്പോ പുതിയ സാധനങ്ങളൊന്നും നമുക്കറിയില്ല. നമുക്ക് കഞ്ചാവ് വരെയുള്ള അപ്ഡേഷനേ ഉള്ളൂ. അതിന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ സാധനം പോലും ഇതെന്താന്ന് പോലും നമുക്കറിയില്ല. ഇത് വെള്ള കളറിലാണോ റോസിൽ കളറാണോ പച്ചയാണോ ഒന്നും എനിക്കറിയില്ല. കഞ്ചാവ് കണ്ടിട്ടുണ്ട്, ഈ പറയുന്ന പലതരം ലിക്വറും കണ്ടിട്ടുണ്ട്. അതിലപ്പുറത്തേക്കുള്ള അപ്ഡേഷൻ എനിക്ക് പോലും ഇല്ല. പക്ഷേ ഇന്നത്തെ 1ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ച് നിനക്കാൾ നന്നായി ഇവിടെ ക്ലാസ് എടുക്കും ഈ കാര്യത്തിനെ. ഈ രീതിയിലേക്ക് ബുദ്ധിയും വിവരവും ഉള്ളവനെ മതത്തിന്റെ ചില കെട്ടുപാടുകളിലേക്ക് അനാവശ്യമായി നമ്മളെ കൊണ്ട് തന്നെ കുട്ടനെ മുട്ടനെ ഇടിപ്പിച്ച് നമ്മൾ ഒന്നിച്ചിരുന്നാൽ മാറാവുന്നതേ ഉള്ളൂ ഇതിനൊക്കെ ഒരു പരിഹാരം. നമ്മൾ എന്ത് ചെയ്യൂല? ഒരിക്കലും ഒന്നിച്ചിരിക്കാത്ത രീതിയിൽ ക്രിസ്ത്യാനികൾ അകന്നിരിക്കും, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അകന്നിരിക്കും. എക്യുമെനിസം ഇല്ല. ഒരു പെന്തക്കോസ്തുകാരനും ഒരു കത്തോലിക്കക്കാരനും ഒന്നിച്ച് ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ക്രിസ്മസിന്റെ ആഘോഷത്തിലും എല്ലാ YMCAക്കാരും ചെയ്താലായി. അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ സുന്നി തന്നെ ഞങ്ങളൊക്കെ നാട്ടിൽ. ഇവിടെ പിന്നെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയൊക്കെ അല്ലെ അതിന്റെ കീഴിലങ്ങളൊക്കെ ഇവിടെ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് അതാണ് പറഞ്ഞാൽ എനിക്ക് ബാക്കി അറിയാം. നേരെ പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല. ആ കോമ്പൗണ്ടിൽ ഒരു സുന്നിയാണെങ്കിൽ ഈ കോമ്പൗണ്ടിൽ വേറൊരു സുന്നിയാണ്. ഇതൊക്കെ ഇങ്ങനെ നമ്മളുടെ പിരിവുകള്, നമ്മുടെ ഊർജം, നമ്മുടെ എനർജി ഒക്കെ ഉപയോഗിക്കുന്നത് ഈ വിഭാഗീയതയ്ക്കും വർഗീയതയ്ക്കും വേണ്ടിയിട്ട് ആകുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ട കടം. കാരണം നമ്മൾ ഒന്നിച്ചിരുന്നേ പറ്റും. യാക്കോബ് ഓർത്തഡോക്സ് പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകരുത്. സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുപോകരുത്. ഞാൻ മുജാഹിദ് വന്നപ്പോഴെങ്കിലും ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് കരുതി. മുജാഹിദ് ഇപ്പോൾ 2-3 ആയി. എറമു കോമു അല്ലെ, എറണാകുളം മുജാഹിദ്, കോഴിക്കോട് മുജാഹിദ്, അതാണ് എറമു കോമു എന്നതിന്റെ ഷോർട്ട് ഫോം. ഞാൻ ഒരിനോട് വിഷമിക്കൂല എന്ന് എനിക്കറിയാം. ഒരിനോട് പറഞ്ഞിട്ടുണ്ട്, അത് പറയണേൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്തിനായി ഇറങ്ങും കോമുമായിട്ട് ആര് നമ്മൾ വിഭജിച്ചു? നിസാര പ്രശ്നത്തിന്റെ പേരില്ല. ഈ ഈഗോ വളർത്തുന്നത്, മതത്തിൽ ഈഗോയ്ക്ക് സ്ഥാനമില്ല എന്നുള്ളത്. ഈ അഹത്തിനെ ഇല്ലാതെയാക്കാനാണ് എല്ലാ മതങ്ങളും നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അഹംബോധത്തെ, അഹങ്കാരത്തിനും ഞാനെന്ന ബോധത്തിനെയും സൂക്ഷ്മതയോടുകൂടി കൊണ്ട് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ എപ്പോഴും പറയും, ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥത്തെക്കാൾ കൂടുതൽ പ്രയോഗത്തിൽ ഞാൻ കാണുന്നത് ഇസ്ലാം അനുസരണയുടെ മതം അല്ലെങ്കിൽ സമാധാനത്തിന്റെ മതം എന്നതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മതയുടെ മതമാണ്. എത്ര പ്രാവശ്യം നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവിൻ എന്ന് ഈ മതം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ സൂക്ഷ്മതയില്ലാതെ പെരുമാറിയവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുകയാണ്. പെടൂല എന്ന് തീരുമാനിക്കേണ്ടത്, ലഹരിക്ക് അടിമപ്പെടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ വർഗീയതയ്ക്ക് ഞങ്ങൾ അടിമപ്പെടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയും. അത് എത്ര നല്ലതാണെങ്കിൽ സാറ് പറയുന്നത് എങ്ങനെയാണ് ഇവര് നമ്മളെ ഇതിലേക്ക് ഒരു ചെറിയ മുട്ട ഫ്രീ ആയിട്ടാണ് ആദ്യം തരിക എന്നൊക്കെയാണ് ഇപ്പത്തെ കഥകൾ പറയുന്നത്. 1-2 പ്രാവശ്യം ഫ്രീ ആയിട്ട് തിന്ന് എന്തിനേറെ ചില അച്ചാറ് തിന്നാ പോലും. ഞങ്ങളൊക്കെ കാലത്ത് സിപ്പപ്പ് ഉണ്ടായിരുന്നു. സിപ്പപ്പിൽ ഒരു മയക്കുമരുന്നില്ല, എന്നാലും വൈകുന്നേരം മുട്ട് കഴിഞ്ഞാൽ എല്ലാരും ഒരു സിപ്പപ്പ്. ഒരു ബസ് കുട്ടികൾ ഉണ്ടാവും കയറാന്. ബസ് കാത്തു നിൽക്കുന്ന ആണും പെണ്ണിന്റെ ഒക്കെ കയ്യിൽ ആ സിപ്പപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ സാധനം? ഉണ്ടാവില്ല. ഉണ്ടോ? ഒരു ഇത്ര പോകുന്നൊരു കവറില്. അത് ഒറിജിനലി അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടിച്ചുണ്ടാക്കി ഫ്രീസറിൽ വെച്ച് തരുന്നതാണ്. പക്ഷെ ഇന്ന് അതൊന്നും അല്ല. ഇന്നിങ്ങനത്തുള്ള മുട്ടായികള് അതെങ്ങനെ തരുന്നു? അതേപോലെ തന്നെയാണ് മതത്തിലും പല കാര്യങ്ങൾ നമുക്ക് അനാവശ്യമായ ചില ബുദ്ധിയുടെ മറ്റൊരു തലത്തിനെ നമ്മുടെ തലച്ചോറിനെ ഇല്ലാതെയാക്കുന്ന രീതിയിൽ വികാരം വന്നു കഴിഞ്ഞാൽ പിന്നെ വിചാരമില്ല. ഒന്നില്ലെങ്കിൽ വിചാരത്തെ മയക്കുമരുന്നിലൂടെ കെടുത്തുക, അല്ലെങ്കിൽ വിചാരത്തെ വികാരത്തിന്റെ ഓവർ തള്ളിച്ചയിലൂടെ നിർത്തുക. രണ്ടാണെങ്കിലും നമ്മൾ നശിച്ചു. അതുകൊണ്ട് ഇതൊരു നല്ല വേദിയാണ്. ഈ രണ്ടും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം ഇതൊരു മത നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് എല്ലാ മതങ്ങളും ഇതൊന്ന് ശ്രദ്ധിക്കണം. പള്ളി കമ്മിറ്റികൾ മാത്രമല്ല, ചർച്ച് കമ്മിറ്റികളും ഇതേപോലെ അവരുടെ പെരുന്നാളുകളുടെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആഘോഷങ്ങളുടെ ഭാഗമായി, ഉത്സവങ്ങളുടെ ഭാഗമായി അമ്പലവും അമ്പല കമ്മിറ്റികളും
ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരത്തെ സെഷൻ, ഇതിപ്പോ രാവിലത്തെ സെഷൻ ലഹരിയുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള പ്രിവന്റീവ് ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയുന്ന ജഡ്ജിമാരുണ്ട്. ഒരു ജഡ്ജിയുടെ പ്രസംഗം കഴിഞ്ഞ ദിവസം കേട്ടു. എന്താ ജയദേവൻ ഒരു സാറിന്റെ പ്രസംഗം കേട്ടു. അതേമാതിരി മറ്റൊരു മീശക്ക് ഇങ്ങനെ വന്ന ഒരു എക്സൈസുകാരനാണോ പോലീസുകാരനോ നമുക്കറിയാം, ഒരു പോലീസുകാരൻ, അദ്ദേഹത്തിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ഇടയിൽ ഇനിയുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ കൊണ്ടുവരിക. എന്നിട്ട് അമ്പല കമ്മിറ്റിക്കാരും പള്ളി കമ്മിറ്റിക്കാരും വെറും ഉത്സവങ്ങളും ഉറൂസുകളും നേർച്ചകളും സമ്മേളനങ്ങളും മാത്രമാക്കി തീർക്കാതെ എങ്ങനെയാണ് എവിടെയാണ് ഞങ്ങളുടെ മക്കളെ ചതിയിലേക്ക് കുഴിയിലേക്ക് വിടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ചർച്ചകൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകും. പല ആളുകളിൽ നിന്നും വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ എന്റെ മുഖത്തിരിക്കുന്ന ഒരു പ്രശ്നം എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല, അത് വേറൊരാൾ ചൂണ്ടിക്കാണിക്കണം. ഇന്നെ ഞാൻ വന്ന സമയത്ത് ഇപ്പൊ ഞാൻ അതിനുള്ളിൽ കയറുന്നപ്പോ ഒരാൾ വന്നിട്ട് എന്റെ ഇവിടെ ഇങ്ങനെ എന്തോ കാണിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് കോളർ ഇങ്ങനെ ചുരുണ്ടിട്ടായിരിക്കും, ഇങ്ങനെയൊക്കെ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴും എങ്ങനെയാണ് വന്നത്, അതെനിക്ക് മനസ്സിലാവില്ല. ആരാ എന്റെ കോളർ ശരിയാക്കിയത്? ആരോ ഇവിടെ ഒരാൾ വന്നിട്ട് കോളർ ഇങ്ങനെ കിടക്കണം. നന്നായി, ഞാൻ നന്നായി, ശരി. ഇത് മറ്റൊരാളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ എത്ര വൃത്തിയുണ്ടായ ആളാണെങ്കിലും എനിക്ക് അവിടെ ഒരു കണ്ണാടി ഇല്ലാത്തടത്തോളം കാലം ഞാനത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അതിനുശേഷം ഞാൻ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഒന്നും കൂടിയൊക്കെ റെഡിയാക്കിയിട്ടാണ് വന്നത്. പക്ഷെ അത് പറഞ്ഞു തരാൻ ഒരു സുഹൃത്തിന്റെ ഭാവത്തിൽ ആ സ്വാതന്ത്ര്യം എടുക്കാൻ എനിക്ക് ആരുണ്ടായിരുന്നു? ഇവിടുത്തെ ഒരാളുണ്ടായിരുന്നു എന്നതാണ് എന്റെ സന്തോഷം. നമുക്ക് പലപ്പോഴും പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കഴിയാത്ത അത്രയും നമ്മൾ അകത്തി വെച്ചിരിക്കുകയാണ്. സൗഹൃദത്തിൽ ഒന്ന് അടിച്ചാൽ പോലും നമുക്ക് എന്തില്ല, ഒരു സുഹൃത്ത് വന്ന് നമ്മൾ നല്ല പെരുവടി അടിച്ചാലും ചിലപ്പോ നമ്മള് വേദനിക്കണടാ മാറിക്കടാന്ന് പറയുമെന്നല്ലാതെ അതൊരു പ്രശ്നമായി തീരാറില്ല. പക്ഷെ നമ്മുടെ ശത്രുവാണെന്ന് തോണ്ടിയതെങ്കിലോ അത് മതി കൊലപാതകത്തിലേക്ക് പോകാൻ. അപ്പൊ നമ്മളെയൊക്കെ ശത്രുക്കളാക്കി നിർത്തുക, അതുപോലെ നിലനിർത്തുക എന്നതാണ് ഇവിടുത്തെ അജണ്ട. ഈ അജണ്ടയ്ക്കെതിരെയാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്നെ കുറിച്ചൊക്കെ ഇപ്പൊ ഭയങ്കര പേടിയാണ് ചില ആൾക്കാർ. പല പ്രത്യേകിച്ച് യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഒക്കെ ഭയങ്കര പേടിയാണ്. കാരണം നമ്മൾ ഒരു മതത്തിനെ മാത്രമല്ല പ്രൊമോട്ട് ചെയ്യണം. ഒരു ഒമ്നിസ്റ്റ് തലത്തിൽ നിന്ന് ഒരു ഒമ്നിസ്റ്റ് എന്ന നിലയ്ക്ക് എല്ലാത്തിന്റെയും നന്മകളെ ഉൾക്കൊണ്ട് ആചരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മളിപ്പോ ഭയങ്കര പേടിയാണ്. കാരണം എല്ലാവർക്കും കൂടിയുള്ള വെടി ഒറ്റ ആളിൽ നിന്ന് ഒരു വെടിയുമ്പോൾ കിട്ടും. ഒരു വെടിക്ക് 2-3 പക്ഷികളെ. മറ്റേത് ഹിന്ദു വെടിവെക്കണം ആദ്യം, പിന്നെ ഈ മുസ്ലിമിനെ ഒന്ന് വെടിവെക്കണം, മുസ്ലിം ഒന്ന് വെടിവെക്കണം, ക്രിസ്ത്യാനി ഒന്ന് പ്രതിരോധിക്കണം. ഇതിന്റെ ഇടയിലൊക്കെ ഇവര് ടീം തിരിഞ്ഞ് ഇവര് രക്ഷപ്പെടും. കാരണം ഹിന്ദുവിനോട് ഏറ്റുമുട്ടാൻ ഹിന്ദുക്കളായി ജനിച്ചു വളർന്ന് അവരെ മതം മാറ്റി നിരീശ്വരവാദ മതത്തിലേക്ക് കൊണ്ടുപോയവർ തയ്യാറാണ്. ഇസ്ലാമിനെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ ഇസ്ലാമിനെ ഇല്ലാണ്ടാക്കാനും മറ്റും ജബ്ബാർ മാഷെ പോലുള്ളവരും അല്ലെങ്കിൽ ജാമിദ ടീച്ചറെ പോലുള്ളവരും ടീം റെഡിയാണ്. അതേപോലെ തന്നെ ഹിന്ദുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി രവിചന്ദ്രൻ സാറും മറ്റു ടീമും റെഡിയാണ്. ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 3 പേരെ ഒന്നിച്ച് നിർത്തി വെടിവെക്കൂല എന്ന് അവർക്ക് ഉറപ്പാണ്. കാരണം എന്താ, നമ്മൾ തമ്മിൽ ഒന്നിച്ചിരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കൂല. അതിന്റെ ഇടയിലൊക്കെ നമ്മളാണിതിൽ നമുക്ക് ഒന്നിച്ചിരിക്കണം, നമുക്ക് ഒന്നിച്ച് പോണം. അതുകൊണ്ട് ഇപ്പൊ ഈ പ്രസംഗത്തിന് പോലും ഇപ്പൊ നാളെ ജാമിദ ടീച്ചർ വക എന്തുണ്ടാവും, മറുപടി ഉണ്ടാവും. ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും കഴിഞ്ഞ ദിവസം 1 വർഷത്തിന് ശേഷം ഞാൻ 7-ാം തീയതി കഴിഞ്ഞ ഒക്ടോബർ 7-ന് പുലാപ്പറ്റശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൽ ഉസ്താദിന്റെ സൂഫി ഉസ്താദിന്റെ അവറത്തില് അദ്ദേഹമായിട്ടുള്ള ആ വ്യക്തിബന്ധത്തിന്റെ പേരിൽ നമ്മൾ പോയി ഒരു പ്രസംഗം പറഞ്ഞു. അപ്പൊ 1 കൊല്ലമായിട്ട് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ടീച്ചർക്ക്. അതുവരെ നോക്കി നിൽക്കുക അടുത്തത് എന്താ വരുന്നത്. അതില് പറഞ്ഞ ഓരോന്നും എടുത്ത് വെച്ചെന്തോ ഞാൻ പിന്നെ കേൾക്കാൻ. കാരണം മറുപടി അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ കൂടി പോണം. ഇനി ഇത് കേൾക്കുന്ന അവരോടും കൂടി പറയാണ്, എന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഒരു നല്ല സമൂഹം ഉണ്ടാകണം എന്നാണ്. അതിനിപ്പോ ഉസ്താദിന്റെ കാലല്ല, പള്ളിയിലച്ചന്റെ കാലല്ല, മെത്രാന്റെ കാലല്ല, ആരുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ്. ഏത് പള്ളീന്റെ ഉള്ളിലേക്കും വരാൻ തയ്യാറാണ്, ഏത് അമ്പലത്തിലേക്ക് വരാനും തയ്യാറാണ്, എവിടെ ഇരുന്നും ചർച്ച ചെയ്യാൻ തയ്യാറാണ്.
കണ്ടു കഴിഞ്ഞാൽ സ്നേഹത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണേ എന്ന് പറയാൻ തയ്യാറാണ്. കണ്ടു കഴിയുമ്പോൾ, എന്നെ കണ്ടു കഴിയുമ്പോൾ സ്നേഹം തോന്നണ്ടേ, എന്നാലല്ലേ നമുക്ക് തോന്നും. ഇന്ന് തന്നെ ഇപ്പൊ ഞങ്ങൾ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോ അവിടത്തെ ഉസ്താദ്, അവിടെ ആരൊക്കെയോ ഭക്ഷണം കഴിക്കണ്ടായിരുന്നു. അവിടെ ഒരു ഉസ്താദ് എഴുന്നേറ്റ് വന്ന് നമ്മളോട് സംസാരിച്ച് കാണാറുണ്ട്. അദ്ദേഹം ഒരു തങ്ങളാണ്. അദ്ദേഹം അവിടുത്തെ വലിയ ജുമാ ചിന്നക്കട പള്ളിയിലെ ഇമാമാണ്. ഒന്ന് ആലോചിച്ചു, അങ്ങനെ ഒരാൾ, അന്യ മതത്തിൽപ്പെട്ട ഒരാളെ നമുക്ക് കാണുമ്പോ ഒന്ന് സുഖല്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു മാനസിക ആ ഒരു ഡൈനാമിക്സ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഈ പറയുന്ന ടീച്ചർമാരെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടീച്ചറെ എൻ്റെ ഒക്കെ വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത്. അതിന് ഞാൻ ചിലപ്പോൾ ഈ കാല് തൊട്ട് നമസ്കരിക്കും, അല്ലെങ്കിൽ ഉസ്താദിനെ കാണുമ്പോൾ ചിലപ്പോൾ ഈ കൈ മുട്ടും, തങ്ങന്മാരെ കാണുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് കൈ കൂപ്പും. അത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കിയത്, അല്ലാതെ ഓർക്ക് പെട്ടെന്നൊരു ദിവസം തോന്നി ആ സ്വാമിനെ കാണുമ്പോൾ ഒന്ന് പോയി സലാം പറഞ്ഞേക്കാന്നൊന്നും തോന്നിയതല്ല. അത് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെയൊക്കെ പ്രസംഗങ്ങളും നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളൊക്കെ സമൂഹത്തിന് കൊടുക്കുന്നത്? ഈ ഇന്ത്യയെ വിഭജിക്കുന്ന പരിപാടിയിലേക്കല്ല നിങ്ങൾ നിൽക്കുന്നത്. ഈ ശാസ്ത്രത്തിന്റെ പേര് പറഞ്ഞ് ഒരു രാജ്യം നശിപ്പിക്കുകയാണോ വേണ്ടത്? അതുകൊണ്ട് ചില പ്രതിരോധങ്ങളിലേക്കൊക്കെ പോകണമെന്നാണ് എനിക്കൊക്കെ നമ്മളോട് പറയാറുള്ളത്. നമ്മുടെ കുട്ടികൾ ഇത്തരം അൾട്രാ ലിബറൽ ചിന്താഗതിയുമായിട്ടൊക്കെ വരുമ്പോ, ഇപ്പൊ ആ ജഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളു കുടിക്കുകയോ ഒരു ബീഡി പോലെയോ വലിച്ചിട്ടില്ല. അതെങ്ങനെ? എന്റെ അച്ഛൻ പറഞ്ഞു മോനെ നീ അത് ചെയ്യരുത്. അത് എന്തുകൊണ്ടെന്ന് നീ ചോദിക്കുകയും ചെയ്യരുത് എന്ന് അച്ഛൻ പറഞ്ഞു. അത് കേൾക്കാനുള്ള മനസ്സ് ഇന്നും ഈ 10-50 വയസ്സായിട്ട് ഇന്നും ആ മനുഷ്യനുണ്ട്. ഇന്ന് ഞാൻ ചോദിച്ചില്ല, എടാ നിന്റെ അച്ഛനെ അമ്മേനെ ഓർത്തിട്ടെങ്കിലും നിനക്ക് ഇത് ചെയ്യാതിരുന്നോട് ചോദിച്ചപ്പോ എന്തച്ഛൻ എന്തമ്മ, അമ്മ നിന്നെ ജനിപ്പിച്ച് എന്നോട് വെച്ചിട്ട് എന്നെ ജനിപ്പിച്ച് ഒരു കയറി സ്വിച്ച് ഉണ്ടായതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നതാണ് ശാസ്ത്രമെങ്കിൽ ആ ശാസ്ത്രത്തിന്റെ കൂടെ ഞാനില്ല. ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശാസ്ത്രം, ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന യുക്തിവാദം. ഇത് നല്ല യുക്തിയല്ല. നിങ്ങളുടെ മക്കൾ നാളെ നിങ്ങളോട് ചോദിക്കുക, ആരപ്പ എന്നോട് എന്നെ ഉണ്ടാക്കാൻ പറഞ്ഞു? ഞാനെന്താ പറഞ്ഞു എന്നെ ഉണ്ടാക്കാൻ? നിങ്ങൾ തോന്നിയ ദിവസം കാട്ടി ഞാൻ ഉണ്ടായാൽ ഞാൻ എന്താട്ടുന്നത്? ഇത് ചോദിച്ചിട്ടുള്ളതാ, അത് വെറുതെ പറയല്ല. ഞാൻ ഒരു കുട്ടിയോട് ചോദിക്കുമ്പോ ആ കുട്ടി ചെയ്ത തെറ്റ് ചൂണ്ടിക്കാഴ്ച അച്ഛനും അമ്മയും വിഷമിക്കൂലേ എന്നൊക്കെ ചോദിച്ച സമയത്തോ എന്നോട് പറഞ്ഞ മറുപടിയാ. ഇത് വേറെ എവിടുന്ന് എടുത്ത് പറയണല്ല. ഇങ്ങനെ പറയുന്നവരുടെ എണ്ണം കൂട്ടലാണ്. ഞങ്ങൾ തോന്നിയ പോലെ ഞങ്ങൾ നടക്കും. മതം അത് പറയാൻ നിൽക്കണ്ട. മതത്തിൽ അതില്ല, മതത്തിൽ ഇതില്ല. ഇപ്പൊ ഇങ്ങനെ വസന്തം വിരിയിക്കാൻ നടക്കുകയാണ് ലോകത്ത് പലരും, അല്ലേ? കുറെ അറബ് വസന്തം, ഓറഞ്ച് വസന്തം, മറ്റേ വസന്തം, വസന്തകൾ ഇങ്ങനെ നടക്കുക. വസന്തയാണോ വസന്താണോ എന്ന് എനിക്കറിയില്ല. കുറെ സ്ഥലത്ത് പൂക്കുന്നുണ്ട് മതത്തിനെതിരെ. ഈ മതമാണ് ഇവരുടെയൊക്കെ വലിയ പ്രശ്നം. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാനുള്ളതാണ്. മതത്തിനൊരു അദ്ദീനു നസീഹ, അത് ഞാൻ വിശ്വസിക്കുന്നു. മതം അത് ഗുണകാംക്ഷയാണ്. ഗുണമുണ്ടെങ്കിലേ ധർമ്മോ രക്ഷതി ധർമ്മണഃ രക്ഷിതഃ. അതിന്റെ അർത്ഥം ധർമ്മത്തെ രക്ഷിക്കുന്നവരെ അത് തിരിച്ചു രക്ഷിക്കുന്ന, ഉപകാരം ചെയ്യുന്ന. അദ്ദീനു നസീഹ എന്നുള്ളതിന്റെ മറ്റൊരു സംസ്കൃത പിന്നെ ശ്ലോകാണ്, പഠിച്ചു വെച്ചോളി. ദീൻ എങ്ങനെയാണ് ഗുണകാംക്ഷയാകുന്നത്? ദീൻ ആചരിക്കുന്നവനെ ദീൻ രക്ഷിക്കും, അല്ലേ? അതുകൊണ്ട് ദീൻ ആരൊക്കെങ്കിലും നാളെ ഇങ്ങനെ പൈസ കൊണ്ട് തരുമോ? ദീൻ കൊണ്ട് തരുമോ? എവിടുന്ന് കിട്ടി? ദീന് എന്ന് പറഞ്ഞ ഒരാൾ വന്ന് അങ്ങനെ ആളൊന്നും വരൂല. പക്ഷെ ദീനിന്റെ കൂടെ നിന്ന് ദീൻ പറയുന്ന ധർമ്മം ആചരിച്ചു കഴിഞ്ഞാൽ, ദീൻ എന്നതിനൊക്കെ മതം ഒന്നും പറയരുത്. ഞാൻ എത്രയോ വേദിയിൽ പറഞ്ഞോണ്ടാ. ദീൻ എന്ന് പറയുന്ന ധർമ്മമാണ്, ധരിക്കേണ്ടതാണ് ധർമ്മം. സാറിന്റെ യൂണിഫോം ധരിക്കണം. അപ്പോഴാണ് സാറിന് എന്താണ് നമുക്ക് അതാണെന്ന് മനസ്സിലാവുക. ഒരു പോലീസുകാരൻ അവിടെ നിന്ന് കൈ കാണിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാളുടെ ധർമ്മത്തിന്റെ ഭാഗമായ യൂണിഫോം ധരിച്ചിരിക്കണം. ഈ ധർമ്മത്തെ മനസ്സിലാക്കി നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. എന്റെ മതത്തിലെ ഏറ്റവും നന്മയുള്ള വെർഷനിലേക്ക് എനിക്ക് പോകണം. അത് തീരുമാനിക്കാമല്ലോ. ഞാൻ തീരുമാനിച്ചു, ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് പൊതുവായി പറയാം, ഹിന്ദു മതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ചരിത്രപരമായി അതിന് രാജാക്കന്മാരും മറ്റും ജാതി മത വ്യവസ്ഥയിലൂടെ ഉണ്ടാക്കി വെച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ആർജിത ഹിന്ദു സമാജം ഉണ്ടല്ലോ, അതൊക്കെ ഋഷിമാര് ഇവിടെ എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെയൊക്കെ പോകുന്ന ഒരു 10 കുട്ടികളെങ്കിലും എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഞങ്ങളെ
അവിടെ ജാതി ഇപ്പോഴും എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കല്യാണത്തിന്റെ ഇമാമായിട്ട് നിങ്ങൾക്ക് പറയാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാലിയായിട്ട് നമ്മളേലും സാധാരണ സന്യാസിമാരൊന്നും ഞങ്ങളുടെ ഇടയിൽ പോകാറില്ല. പക്ഷെ ഞങ്ങളുടെ ആ ഒരു സമൂഹം കുറച്ചുകൂടി നവീകരിക്കപ്പെട്ട കുറച്ചുകൂടി മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതായതുകൊണ്ട് മത നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ആ കുട്ടിയുടെ എൻഗേജ്മെന്റ് നടത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ എൻഗേജ്മെന്റ് ദൈവമാണ് സത്യം, സർവ നന്മകളാണ് സത്യം. ഇപ്പോഴും എനിക്കറിയില്ല ആ പെൺകുട്ടിയുടെ ജാതി എന്താണ്. നടത്തി കൊടുക്കുമ്പോ നമ്മളത് അന്വേഷിച്ചിട്ടില്ല. അവര് തമ്മിൽ കണ്ടു, ഇഷ്ടമായി, വീട്ടുകാര് ഉറപ്പിച്ചതാ, അല്ലാണ്ട് അവര് ലവ് മാരേജ് ഒന്നും ആയിരുന്നു. വീട്ടുകാർ തമ്മിൽ അന്വേഷിച്ചു, കണ്ടു, ഉറപ്പിച്ചു. ഒരാചാര്യൻ എന്ന നിലയ്ക്ക് നമ്മളോട് ചോദിച്ചിട്ടു. ഞാൻ അറിയേണ്ട ഒരർത്ഥത്തില് ദേതാ ജാതി ഈ നിമിഷം വരെ എനിക്കറിയില്ല. ആ കുട്ടി, ആ പെൺകുട്ടി, മറ്റവൻ എന്റെ കൂടെ കുറെ കാലം ആയതുകൊണ്ട് എവിടെ നിന്നൊക്കെ അവൻ ഏതോ ജാതി നമുക്ക് മനസ്സിലായി പോയതുകൊണ്ട്. അത്രയ്ക്കും അപ്രസക്തമാണ് ജാതി ഹിന്ദു മതത്തിൽ. അതിനൊന്നും ഒരു ആവശ്യവുമില്ല എന്ന്. ഒരു കുടുംബജീവിതം നടക്കാനോ ഒരു കുടുംബം സ്റ്റാർട്ട് ചെയ്യാനോ നന്നായി ജീവിക്കാനോ മുന്നോട്ട് പോകാനോ ഇഹലോകത്തിലോ പരലോകത്തിലോ ജാതിക്കൊന്നും ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് തെളിയിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം മനസ്സിൽ പോലും ആ ജാതി ചിന്ത വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് ഞങ്ങളുടെ ഭാരതത്തിലെ ഈ ഋഷി പൈതൃകത്തിൽ, ഈ ഋഷി പാരമ്പര്യത്തിൽ ഋഷി ഉദ്ദേശിച്ചതുപോലെ, ഇവിടുത്തെ പൂർവ്വാചാര്യന്മാർ ഉദ്ദേശിച്ചതുപോലെ, അതിലെല്ലാ മതത്തിലെ ആചാര്യന്മാരും ഉദ്ദേശിച്ചതുപോലെ നന്മയുള്ള ഒരു സമൂഹം ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഇസ്ലാമിന് ഒരുപാട് വെർഷൻസ് ഉണ്ട്. അതിൽ പല വെർഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ചിലതൊക്കെ വളരെ രസകരമാണ്. പക്ഷെ എല്ലാ വെർഷൻസിലേക്കും അല്ല നമ്മൾ പോകേണ്ടത്. ISS മോഡൽ നമുക്ക് ആവശ്യമില്ല. അഫ്ഗാനിസ്ഥാനിലും മറ്റും, അല്ലെങ്കിൽ ഈ പറയുന്ന ബൊക്കോ ഹറാം തീവ്രവാദികൾ എന്നൊക്കെയാണ് പറയുന്നത്. ബൊക്കോ ഹറാമും ഇസ്ലാമാണ് അവകാശപ്പെടുന്നത്. ISISകാരും ഒക്കെ അവകാശപ്പെടുന്നത് എന്താ? അവരും ഇസ്ലാമാണ്. ശരിയാണ്, നിങ്ങൾ അങ്ങനെ അവകാശപ്പെട്ടത് അങ്ങനെയല്ല തെളിയിക്കാൻ നമ്മളാരുമില്ല. പക്ഷെ ആ വെർഷൻ ഇവിടെ ആവശ്യമില്ല. ആ വെർഷനിലേക്ക് ഞങ്ങളുടെ കുട്ടികൾ പോകാൻ പാടില്ല. അത് നമുക്ക് തീരുമാനിച്ചൂടെ? എന്റെ വെർഷൻ ഓഫ് ഇസ്ലാം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ധൈര്യമായിട്ട് പറയാം. അദ്ദേഹത്തെ ഇവിടുത്തെ പള്ളി കമ്മിറ്റി വീടിനും നാടിനും കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകയാണ്. ആ മാതൃകയിൽ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരാനും സംസാരിപ്പിക്കാനും അച്ഛനും സ്വാമിയും ഉസ്താദും ഒക്കെ ഒന്നിച്ചിരുന്നു കൊണ്ട് ചർച്ചകൾ നടത്താനും നമ്മുടെ ആളുകളെ അവർക്കൊക്കെ ശ്രമിക്കാൻ വേണ്ടി നിന്നുകൊടുക്കാനും ഇത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒരുപാട് പേർക്ക് ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് പ്രചരിപ്പിക്കാനും ഒക്കെ കാണിക്കുന്ന ഈ നന്മയുണ്ടല്ലോ, ഈ വെർഷന്റെ കൂടെ ഈ വെർഷന്റെ കൂടെ നിൽക്കാൻ ആളുണ്ടാവും. നമ്മുടെ രാജ്യം നന്നാകും. നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടെ തനതായ ആ ഒരു സൗഹൃദ ഭാവം തിരിച്ചു വരും. അതുകൊണ്ട് ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടെത്തി ഫോളോ ചെയ്യുന്ന ഹിന്ദുമതത്തിൽ പരമത നിന്ദയില്ല. ആകെ ഞങ്ങളെ കൗമിന് പുറത്താക്കിയ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇപ്പൊ ഇസ്ലാമും കൗമ് പുറത്തു പോകാൻ കുറെ നിയമങ്ങൾ, കുറെ വഴികളുണ്ട്. ശിർക്ക്, കുഫർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പോകും അല്ലേ? അള്ളാഹുവിൽ പങ്കുകാർ, അതായത് ദൈവം എന്ന് പറയുന്ന സോഴ്സിൽ എനിക്ക് 10 തന്താരുണ്ട് പറഞ്ഞാൽ എന്ത് മോന, ഒറ്റ തന്തയല്ലേ ഉണ്ടാവുള്ളൂ. അതാണ് ഷിർക്കിന്റെ അടിസ്ഥാനം. ഷിർക്ക് എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എനിക്കറിയാം. അള്ളാഹു എന്ന് പറയുന്നത്, ഈ ദൈവം എന്ന് പറയുന്നതാണ് ഏക സോഴ്സ്. സൃഷ്ടിതാവ് എന്ന് പറഞ്ഞാൽ ആ തന്ത ഒന്നാണ്. അതിൽ 10 തന്താരുണ്ട് എന്ന് അംഗീകരിച്ച എന്തായി? ഓൻ ഈ മനുഷ്യനായിട്ട് തന്നെ പിന്നെ ജീവിക്കൂല. പിന്നെ ഉണ്ടാവും ഇസ്ലാം അല്ലെങ്കിൽ ദീന്. അതുകൊണ്ട് ഒന്നേ ഉള്ളൂ. ആ ഖുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന ആ ഒരു അടിസ്ഥാന തൗഫീഖ് എന്ന ഹിദായത്തിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഞങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ്. ഞങ്ങൾക്കും സോഴ്സ് ഒന്നാണ്. ഏകം സത് തദ് വിപ്രാഹ ബഹുദാ വദന്തി. സത്ത് ഒന്നേ ഉള്ളൂ. ദാറ്റ് വിച്ച് ഈസ് ദ കോർ, ദ സോഴ്സ്. അജം നിർവികൽപ്പം നിരാകാരമേകം നിരാനന്ദമാനന്ദം അദ്വൈതമേ രൂപം എന്ന് പറയുന്ന വാചകങ്ങൾ തന്നെയാണ് ഇത്. ഞങ്ങളെ ഖുൽ ഹുവല്ലാഹു അഹദ് ഇപ്പൊ ചൊല്ലിയത് അതേ അർത്ഥമാണ്, സെയിം അർത്ഥമാണ്. അജം നിർവികൽപ്പം. അജം എന്ന് പറഞ്ഞാൽ എന്താ? ജനിച്ചിട്ടില്ല എന്നല്ലേ? ലം യലിദ് വലം യൂലദ്, ജനിച്ചിട്ടില്ല, ജനിക്കണില്ല, ജനിപ്പിച്ചിട്ടില്ല, തന്തയല്ല മകനുമല്ല എന്നൊക്കെ പറയാം.
അജം നിർവികൽപം നിരാകാരമേകം അഹദ് നിരാനന്ദമാനന്ദമദ്വൈതപൂർണം പരം നിർഗുണം നിർവിശേഷം നിരീഹം പരബ്രഹ്മരൂപം ഗണേശം ഭജേമ. ഇതൊക്കെ ഒന്നിച്ചിരുന്നെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വിളിച്ചെങ്കിലല്ലേ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വിളിക്കൂല, ഞാൻ വന്നാൽ തന്നെ എനിക്ക് വരണ്ടാന്നുള്ള തോന്നല രീതിയിലാണ് ഇവരുടെയൊക്കെ വിമർശനം കേൾക്കുമ്പോൾ എന്തിനാ പോയി വെറുതെ ഇതിനൊക്കെ ആ രീതിയിലേക്ക് മടിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ മടിപ്പിക്കൽ ഉണ്ടാക്കുന്നവരുടെ അടിയിൽ കമന്റ് ഇടുന്നവരോടാണ് എനിക്ക് നാളെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വീഡിയോ ഉണ്ടാവുമോ? ഈ യുക്തിവാദികൾക്കൊന്നും ഒരു തരത്തിലും ലോകത്തിനോട് അവർ സമാധാനപരമായി അവരുടെ ആശയങ്ങൾ പറഞ്ഞു പൊക്കോട്ടെ. അതിനപ്പുറത്തേക്ക് ഇന്ന് വരെ ഒരു ഉറുപ്പ്യന്റെ സഹായം ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. നന്മ അതങ്ങൾ തിന്മ ചെയ്തിട്ടില്ല ഉണ്ടാവും. പക്ഷെ നന്മയുടെ വിശേഷം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ലാബ് എന്താ തുടങ്ങിയ ക്ലിനിക്കൽ ലാബ്, അതൊരു യുക്തിവാദിക്ക് തുടങ്ങാൻ പറ്റും. ഇപ്പൊ അങ്ങനെ തുടങ്ങാം, പക്ഷെ തുടങ്ങാൻ അവന് കഴിയോ? ഇത് ജമാഅത്തിന്റെ കീഴിലല്ലേ? കുറച്ചൊക്കെ പിന്നെ ഫ്രീയാ, കുറെയൊക്കെ ഫ്രീ കൊടുക്കും. എന്തായാലും ഇവിടെ വന്ന മൂപ്പരോടെ കാണാൻ പോയി അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കുറെയൊക്കെ പോകും. എത്ര നമ്മൾ കടുംപിടുത്തം പോയി കഴിഞ്ഞാൽ മതത്തിന്റെ ആൾക്കാർക്കുള്ള കുഴപ്പം അതാണ്. ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കണ്ണീര് കാണിക്കുമ്പോ ആര് പറയണ്ട, ചിലപ്പോൾ സ്വന്തം പോക്കറ്റ് അങ്ങനെയുള്ളവരെയാണല്ലോ പ്രസിഡന്റ് ആക്കി വെക്കാൻ പറ്റും. നിങ്ങൾ കൊടുക്കണ്ടാവും സ്വന്തം പോക്കറ്റ്, അത് പറയാൻ പാടില്ല അല്ലേ? ശരി, പഠിച്ചോനെ അതിനൊക്കെ കൂലി തരും. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഇതൊക്കെ നമ്മിൽ നിന്ന് നല്ല പ്രവർത്തനമായി ദൈവം സ്വീകരിക്കട്ടെ. ഈ ഒരു ബോധം എവിടുന്നായി മതത്തിന്റെ ആൾക്കാർക്ക് ഉണ്ടാവുന്നത്? കാരണം ദൈവത്തെ പേടി, തഖ്വ, പരലോകത്തെ പിന്നെ ഓർത്ത് ഒരു നല്ല ജീവിതം ഇതിനപ്പുറത്തേക്ക് ഉണ്ടെന്നും കൂലി കിട്ടുന്നുള്ളത്. ഇന്നിപ്പോ നമ്മളൊക്കെ കൂലി വർണ്ണനയും സ്വർഗവർണ്ണനയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ട്രോളാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാതെ ഇല്ല. ഇന്നിപ്പോ സ്വർഗത്തിന് പോണവരാണെന്നും പറഞ്ഞിട്ട് എന്തൊക്കെ ട്രോളുകളാണ്. ഇതിനൊക്കെ എങ്ങനെ പ്രതിരോധിക്കണം? അതുകൊണ്ട് മതത്തെ ലഹരിയാക്കി അധപ്പതിക്കുന്നവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമെന്ന് ഞാൻ ദുആ ചെയ്യാം. നിങ്ങൾ ആമീൻ പറയോ? അറിയോ? മതത്തെ മതമല്ലാതെയാക്കി തീവ്രവാദമാക്കുന്നവരുടെ കൈകളിൽ നിന്ന് നാഥാ ഞങ്ങൾ രക്ഷിക്കണേ എന്ന് പറയാം. ആമീൻ എന്ന് പറയണം. ഞാൻ പറയും മതത്തിന്റെ ദർജ ഉയർത്തിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ നാഥാ. മതത്തിൽ നിന്നുകൊണ്ട് മതത്തെ ഇല്ലാതെയാക്കിയവരുടെ അറിയാതെ ആ കൊമ്പ് മുറിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുതേ നാഥാന്ന് പ്രാർത്ഥിക്കണം. നമ്മളെന്ന് അറിഞ്ഞോ അറിയാതെ ഇരിക്കണ കൊമ്പ് മുറിക്കുക. പിന്നെന്താ സിറാത്തുൽ മുസ്തഖീം എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം നേരായ വഴി പിഴച്ചവരുടെ മാർഗത്തിലുമല്ല, വഴി വിട്ടുപോയവരുടെ മാർഗത്തിലുമല്ല, ആ നേരായ മാർഗത്തിലൂടെ പോയവരെ എന്താണോ മതം പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് സൈക്കോളജി നമുക്ക് വേണ്ട. അത് പോസിറ്റീവ് ആണെങ്കിൽ അത് കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. അത്തരം തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മതത്തിൽ അതൊന്നും ഉപയോഗം ഇല്ലെങ്കിൽ ഞാനും ഉപയോഗിക്കൂല എന്ന് പറയാൻ മതം ഒരു പ്രധാന ഘടകമായി നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതിന് ഹിന്ദുക്കളും ഇവിടെ ഒന്നിച്ചു നിൽക്കണം, ക്രിസ്ത്യാനികളും ഒന്നിച്ചു നിൽക്കണം, മുസ്ലിങ്ങളും ഒന്നിച്ചു നിൽക്കണം. നമ്മുടെ ഇടയിലുള്ള എല്ലാ വിഭാഗീയതയ്ക്കും അപ്പുറമായിരിക്കണം ആ ഒന്നിക്കൽ. ഒന്നിച്ചു നിന്നുകൊണ്ട് മതം പ്രസക്തമാണെന്ന് പറയണം. ഇതിന് മൊത്തത്തിന് 3 വേദിയിൽ ഞാൻ വരാൻ തയ്യാറാണ്. കാരണം മതം പ്രസക്തമായെങ്കിലേ ഇതിനൊരു പരിഹാരമാകുകയുള്ളൂ. ഒരു കാലത്ത് മതത്ര പ്രസക്തമായ കാലഘട്ടത്തിൽ ഇത്രയൊന്നും ഇല്ല. ഇന്നും വിരുദ്ധ സമിതികളൊക്കെ ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്? പള്ളിയിലച്ചന്മാരുടെയും മോലിയാമാരുടെയും സ്വാമിമാരുടെയും ഒക്കെ അല്ലെങ്കിൽ അമ്പല കമ്മിറ്റികളുടെ ഒക്കെ നേതൃത്വത്തിലല്ലേ? ഒരു കള്ള് ഷാപ്പ് വന്നു കഴിഞ്ഞാൽ ആരാണ് ആദ്യം വേണ്ടാന്ന് പറയാ? അവിടുത്തെ യുക്തിവാദികൾ, നിരീക്ഷവാദികളാ? അല്ലെങ്കിൽ അവിടുത്തെ ലിബറലിസം പറയുന്ന ആളുകളാ? അല്ല. ഇതിവിടെ ഈ നാടിന് ആപത്താണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തം മത നേതൃത്വത്തിനുള്ളതാണ്. അത് മഹലിന്റെ അടുത്താണെങ്കിൽ മഹൽ കമ്മിറ്റി പറയും വേണ്ട, അമ്പലത്തിന്റെ അടുത്താണെങ്കിൽ അമ്പല കമ്മിറ്റി പറയും വേണ്ട, പള്ളിയുടെ അടുത്താണെങ്കിൽ പള്ളി കമ്മിറ്റി പറയും വേണ്ട, ചർച്ച് കമ്മിറ്റി പറയും വേണ്ട. അതിനെതിരെ അവർ പ്രതിരോധിക്കാൻ നോക്കും. പിന്നീട് അവർ വളച്ചു കെട്ടി 200 ഉണ്ടോ 300 ഉണ്ടോ എന്നൊക്കെ കൊടുത്ത് ചിലപ്പോൾ പിന്നാമ്പുറത്ത് തന്നെ വെക്കും.
അത് സർക്കാർ നയം, കാരണം അങ്ങനെ ചിലത് നിയമം അങ്ങനെയാണ്. പക്ഷെ വേണ്ട എന്നൊരു വാക്ക് ആദ്യം വേണ്ട, ഇത് നമ്മുടെ നാടിനെ നശിപ്പിക്കുമെന്ന് തിരിച്ചറിയുന്ന ഈ CCTV-കളെയാണ് അടിച്ചോടിക്കുന്നത്. മതം എന്ന് പറയുന്ന ഒരു CCTV പോലെ പലതും ഒപ്പിയെടുക്കും. അത് പലർക്കും ഇഷ്ടമല്ല. കാരണം CCTV-യിൽ പലതും പതിയുന്നുണ്ട്. അത് ഞങ്ങളുടെ എന്താ പറയാ ലിബറലിസത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ്. ഞങ്ങൾ തോന്നിയോടൊപ്പം പോകും, തോന്നിയോടൊപ്പം പോകും, തോന്നിയത് ചെയ്യും. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മണ്ണൊഴിച്ച് കൊല്ലും, ഇന്നോട് ഐ ലവ് യു പറയാത്തവരോട് പറയിപ്പിക്കും, അല്ലെങ്കിൽ തള്ളിയിടും, കൊല്ലും, ജ്യൂസിൽ വിഷം കൊടുക്കും. എന്തൊക്കെ പരിപാടികളാണ്. പാമ്പ് കടിപ്പിച്ച് കൊല്ലും, ജ്യൂസിൽ വിഷം കൊടുക്കും. ഇതൊക്കെ മതത്തിന്റെ നല്ല വശങ്ങളെ കുറച്ചു കാലമായി നമ്മൾ അറിയാതെ തന്നെ നമ്മളതിനൊക്കെ എവിടേക്കോ നമ്മുടെ തിരിച്ചറിവായിട്ട് ഇതൊന്ന് മാറട്ടെ. അതുകൊണ്ട് വളരെ വളരെ സ്തുത്യർഹമാണ് നിങ്ങൾ ഇന്ന് ചെയ്തിരിക്കുന്ന ഈ ഒരു വേദി. നിങ്ങൾക്ക് നിങ്ങളെ മജ്‌ലിസും സലാത്തും മറ്റത് മാത്രമായിട്ട് പോയാൽ മതി. ആരെങ്കിലും ചോദിക്കോ? ഗവൺമെന്റ് ചോദിക്കോ? പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തെ എന്തുകൊണ്ട് നിങ്ങൾ ആണ്ട് നേർച്ചയുടെയും ദുആ സമ്മേളനത്തിന്റെയും ഭാഗമായി ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തിയില്ല എന്ന് വല്ല നിയമപരമായ ബാധ്യത ഉണ്ടോ? നമുക്ക് ഉണ്ടോ? ഒരു ബാധ്യതയില്ല. പക്ഷെ ഇത് ഏറ്റെടുത്ത് ഒരു സെഷനെങ്കിലും ഇങ്ങനെയുള്ള അതിന്റെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് എന്നെ പോലുള്ളവരെ വിളിച്ചു വരുത്തി വെറുതെ ചെന്നൈയിൽ ഇരുന്ന് അവിടെ നല്ല മഴയപ്പോ അല്ല ഇന്ന് രാവിലെ കൂടെ കുറച്ച് വെള്ളം കൂടിയിരിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ വിളിച്ച് നിങ്ങൾക്ക് പൈസ തരണ്ടോന്നില്ല, തരണട്ടോ. ചെലവില്ല ഇതിനൊക്കെ. നമുക്ക് ദുആ നടത്തി മറ്റേ ആണ്ട് നേർച്ച നടത്തി ഇവിടെ കുറെ മജ്‌ലിസ് നടത്തിയ പൈസ അങ്ങോട്ടാകും അല്ലേ? അങ്ങനെയല്ലേ? ദ്വയർന്നു കഴിഞ്ഞാൽ ഉസ്താദ് ദ്വയർന്നു കഴിഞ്ഞാൽ നമുക്ക് നിലവ് കൊടുക്കാൻ തോന്നും. വരുമാനമാണ്. ഇപ്പൊ സ്വാമിക്കൊക്കെ അങ്ങോട്ട് കൊടുക്കാം. വണ്ടിക്കൂലിയെങ്കിലും തരണ്ടേ? അപ്പൊ എന്തിനാണ് നിങ്ങൾ ചെലവ് നടത്തി ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്? ഇവിടേക്കാണ് നമ്മൾ വ്യത്യസ്തമാകേണ്ടത്. ഇതൊരു മാതൃകയായി മറ്റ് പള്ളി കമ്മിറ്റികൾ ഏറ്റെടുക്കണം. ലഹരി എന്നൊരു പ്രശ്നമാണ്. ലഹരിയും തീവ്രവാദവും രണ്ടും ഒന്നിച്ചു പറയണം എന്നാണ് എന്റെ അഭിപ്രായം. സാറിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്ക് അഭിപ്രായം, നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികൾ തീവ്രവാദികളാകരുത്. മറ്റുള്ളവനെ കണ്ടാൽ ചിരിക്കാൻ കഴിയാത്ത, അല്ലേ, ചിരി ഒരു സദക്കയാണെന്ന് പഠിപ്പിച്ച മതം ഏത്? എനിക്ക് അങ്ങനെ പറയാറുണ്ട്. ചിരിക്കുന്നത് ഒരു സദക്കയാണ്. സദക്ക എന്നാൽ ഒരു ധർമ്മ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു നല്ല പ്രവർത്തനമാണ്. ഞാൻ ചിരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അത് ശ്രമിക്കാറുണ്ട്. ചിരിക്കണം. പ്രസന്നവദനം ധ്യായേത്. ഞങ്ങളൊക്കെ ദൈവങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ദേവതയെ കുറിച്ചൊക്കെ പ്രസന്നവദനായിരിക്കണം. ഒരു നിളറ അല്ലെങ്കിൽ ഒരു മുഖത്തൊരു മുഖപ്രകാശം ഉണ്ടാകും. അതില്ലാതെ തമ്മിൽ കാണുമ്പോൾ ഉള്ളിലേക്ക് നോക്കി വിഘടനവും ഇതും പറയുന്ന ഒരു മക്കളായി നമ്മൾ വളർന്നു വരരുത്. നമുക്ക് സൂക്ഷിക്കണം. ദീൻ സൂക്ഷ്മതയുള്ള മതമാണ്. ആ സൂക്ഷ്മതയിലേക്ക് നമുക്ക് വരാൻ കഴിയട്ടെ എന്നാണ്. ഏകദേശം അധിക പ്രസംഗം ഏകദേശം 1 മണിക്കൂറൊക്കെ ആകാനായി. 1 മണിക്കൂർ കഴിഞ്ഞു. വിളിച്ചതിൽ സന്തോഷമുണ്ട്. ഇനി നമ്മുടെ സാറിന്റെ ക്ലാസ്സുകളുണ്ട്. പറഞ്ഞ രണ്ടേ കാര്യങ്ങളേ ഉള്ളൂ. തീവ്രവാദം, ലഹരി. ഇത് രണ്ടും നമ്മുടെ മനുഷ്യ മനസ്സിനെ വല്ലാതെ വിചാരമില്ലാതെയാക്കുന്ന 2 കാര്യങ്ങളാണ്. ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയട്ടെ. കെമിക്കൽ എന്താ പറയാ, പിന്നെ മയക്കുമരുന്നിനേക്കാൾ പലപ്പോഴും ബുദ്ധിയുള്ളവരുടെ തീവ്രവാദ സ്വഭാവങ്ങളാണ് ഒരു സമൂഹത്തെ നശിപ്പിച്ചിട്ടുള്ളത്. ഒരു വർഗീയ കലാപമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇതിപ്പം കള്ളും കഞ്ചാവ് അടിച്ച് ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കിടക്കുകയുള്ളൂ. വല്ലാണ്ട് ഒന്നും ഒരു അസ്വസ്ഥത ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെപ്പോലുള്ളവർ ഇതിന്റെ ആ ഒരു നില വിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതും ഒരു വലിയ പ്രശ്നമാണ്. ഇത്തരം വേദികൾ, ഇങ്ങനെയുള്ള വേദികളിൽ വിളിച്ച് ഇത്തരമുള്ള വിഷയങ്ങൾ സംസാരിപ്പിച്ചെങ്കിലേ, ഒന്നിച്ചിരുന്ന് കേട്ടെങ്കിലേ നമുക്കൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുകയുള്ളൂ. അതിലേക്ക് നിങ്ങൾ പ്രവർത്തിച്ചു. അതിനെ നിങ്ങൾ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇതിന്റെ ഉത്തരം, ഇതിന്റെ ഒരു നല്ല ഔട്ട്കം ഇവിടെ ഉണ്ടാകട്ടെ, ഇമ്പാക്ട് ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ സമൂഹത്തിന്റെയും എല്ലാവിധ സപ്പോർട്ട് നിങ്ങളെപ്പോലുള്ള കമ്മിറ്റികൾക്കുണ്ട്. ഇത്തരം
വേദികൾക്കുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഒന്നുകൂടിയും പ്രാർത്ഥിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇതൊരു നല്ല പ്രവൃത്തിയായി ദൈവം നമ്മിൽ നിന്ന് കണക്കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.